വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യവുമായി വിഴിഞ്ഞം പാരിഷ് ആക്ഷൻ കൗൺസിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് തന്റെ രാഷ്ട്രീയ പ്രചരണ വേദിയാക്കി നടൻ സുരേഷ് ഗോപി മാറ്റിയത്. വിവിധ ക്രൈസ്തവ സഭകളും വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളി സംഘടനകളും അടങ്ങിയതാണ് പാരിഷ് ആക്ഷൻ കൗൺസിൽ. ഈ കൗൺസിൽ നടത്തിയ മാർച്ചിലാണ് തന്റെ BJP ഹിന്ദുത്വ അനുഭവം സുരേഷ് ഗോപി പ്രകടിപ്പിച്ചത്. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഹിന്ദു സമൂഹം മുന്നോട്ട് വരണമെന്ന വിവാദ പരാമർശമാണ് മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് സുരേഷ് ഗോപി നടത്തിയത്. ഞാൻ ആഗ്രഹിക്കുകയാണ്, ഹിന്ദു സമൂഹം ഒരുപക്ഷെ ഈ പദ്ധതി ജനങ്ങളുടെ മാത്രം പദ്ധതിയായി മുന്നിൽ കൊണ്ടുവരുന്നതിന് ഹിന്ദു സമൂഹം ഒന്ന് മനസ്സ് വെച്ചാൽ ശക്തമായ ഒരു സാമ്പത്തിക പിന്തുണ ഈ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി പോലും സാധ്യമാവും. അതിന് തീർച്ചയായിട്ടും ഹിന്ദു സമുദായത്തിന്റെ ഹിന്ദു സമൂഹത്തിന്റെ നേതാക്കന്മാരുമായിട്ട് ഒരുപാട് വിപുലമായ ചർച്ചകൾ ആവശ്യമാണ്. പ്രസംഗശേഷം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരെ ഇളക്കിമറിക്കാനും സുരേഷ് ഗോപി ഒരു ശ്രമം നടത്തി. ശശി തരൂർ തിരുവനന്തപുരത്ത് MP സ്ഥാനമൊഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ BJP സ്ഥാനാർത്ഥിയായി പരിഗണിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് സുരേഷ് ഗോപിയുടെ BJP അനുകൂല പരാമർശമെന്നതും ശ്രദ്ധേയമാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം ഉപേക്ഷിച്ചാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ മാർച്ചിൽ അണിനിരന്നു. മാർച്ചിന്റെ ഭാഗമായി വിഴിഞ്ഞത്ത് ഹർത്താലും ആചരിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.